വളരെ ശബ്ദമുഖരിതമായിട്ടുള്ള ഒരാഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ട്രംപ് ഈ ആഴ്ച അവസാനം ചൈനയിലേക്ക് പോവുകയാണ്. ചൈനയെ സംബന്ധിച്ച് ഇറാൻ്റെ പ്രോക്സിയാണ്. സോ ചൈന വിചാരിച്ചാൽ വാർ നിൽക്കാൻ സാധിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ US മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ചെറിയൊരു പ്ലസ്സിലാണ്, ചെറുതായിട്ട് പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് അറ്റ് പ്രസന്റ് US ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നതും ചെറിയ പ്ലസ്സിലാണ്. പക്ഷേ രണ്ട് കാര്യങ്ങൾ ട്രെൻഡിലാണ്. ഒന്ന്, ഡോളർ ഇൻഡെക്സ് ട്രെൻഡിലാണ്. രണ്ടാമത്തെ കാര്യം, ക്രൂഡ് ട്രെൻഡിലാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആഴ്ച US പല ഡേറ്റ വരാനുണ്ട്. കാര്യം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഡേറ്റ വരാനുണ്ട്, ഇൻഫ്ലേഷൻ ഡേറ്റ വരാനുണ്ട്. എസ്പെഷ്യലി ഓയിൽ പ്രൈസ് കൂടിയ ശേഷമുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയാണ് വരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുന്നത് എന്നുള്ള ഡേറ്റ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്നാലും ഇതൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മൂന്നാമത്തെ കാര്യം, ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഒരു ചെറിയ സെഷൻ പ്ലാൻ ചെയ്തത്. ബിക്കോസ് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഈ ഞായറാഴ്ച രാത്രി 9 മണിക്ക് വീൽ സിറ്റ് എന്താണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. താല്പര്യമുള്ളവർക്ക് prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ആ സൂം സെഷനിൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഇന്നലെ ഞാൻ ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നു. മാർക്കറ്റ് വീക്ക്നെസ്സിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് വീഡിയോ റിലീസ് ചെയ്യുന്നു. ചെറിയ വീഡിയോ ആണ്, താങ്കളുടെ ട്രേഡിനെ വളരെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ്. കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എടുത്തു പറയുന്നു, പൈസ കിടക്കുന്നത് സബ്സെക്ടറിലാണ്, സ്മോൾ ക്യാപ്പിലാണ്. പക്ഷേ സ്മോൾ ക്യാപ്പും സബ്സെക്ടർ അനാലിസിസും പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബ്ലൈൻഡായിട്ട് ഒരിക്കലും ലാർജ് ക്യാപ്പ് ചെയ്യുന്ന കണക്ക് ഒരിക്കലും സ്മോൾ ക്യാപ്പ് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ലെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ശരിക്കും അടുത്ത പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഏറ്റവും ട്രെൻഡിയ സബ്സെക്ടർ ഏതാണ്? വയേഴ്സ് ആൻഡ് കേബിൾസ് ആണ്. നിങ്ങൾ എടുത്തു നോക്കൂ. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് അറ്റ്ലീസ്റ്റ് 25-40% ആണ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ സബ്സെക്ടറിൽ നിന്നും. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സബ്സെക്ടറിലാണ് പൈസ കിടക്കുന്നത്. നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ് മാറ്റിയിട്ട് സബ്സെക്ടറിൽ സ്മോൾ ക്യാപ്പിലും ഈ രണ്ടും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബ്ലൈൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടുപോകും. ശരിക്കും സ്മോൾ ക്യാപ്പിലും സബ്സെക്ടറിലും കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കും ഫസ്റ്റ്. ഇതിനോടൊപ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അനാലിസിസ് ആണ്. ശരിക്കും ന്യൂസ് എങ്ങനെ പോയാലും അനാലിസിസ് എപ്പോഴും പക്കയായിരിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, ഇന്നലെ നിഫ്റ്റി 50 വീക്ക് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് ഇന്നലെ വന്നത്. ശരിക്കും പക്ഷേ ഡബിൾ ബോട്ടം സപ്പോർട്ട് ലെവലിൽ നിൽക്കുകയാണ്. തിരിച്ച് കയറുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇന്നത്തെ ഓവറോൾ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തില്ല. ഏഷ്യൻ മാർക്കറ്റ് അതിനുള്ള ക്ലൂ തരും. ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത റീലിലേക്ക് നമുക്ക് നാളെ വീണ്ടും മീറ്റ് ചെയ്യാം.